Good afternoon. Afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. വായിച്ചൊക്കെ നോക്കിയോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്ര വായിച്ചു നോക്കിയോ? ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. നമ്മൾ MRD മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റില് പെർസെന്റേജ് ഓഫ് മിസ്സിംഗ് റെക്കോർഡ്സ് വരെയായിരുന്നു പറഞ്ഞത്. അടുത്തത് പറയാനുള്ളത് ബെഡ് ഒക്യുപ്പൻസി റേറ്റ് ആണ് കേട്ടോ. ബെഡ് ഒക്യുപ്പൻസി റേറ്റ് The bed occupancy rate BOR is a measure of utilization of the available bed capacity in a hospital. It denotes the percentage of beds occupied by patients in a defined period of time, normally a year. Okay, അതായത് ഹോസ്പിറ്റലില് ബെഡുകൾ അവൈലബിൾ ആണോ എന്ന് നോക്കുന്നതിന്റെ റേറ്റ് ആണെന്ത് ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പൊ എമർജൻസി ടൈമിലൊക്കെ പേഷ്യൻസ് ധാരാളമായിട്ട് വരുമ്പോൾ ആവശ്യത്തിന് ബെഡ് ഇല്ലെങ്കിൽ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടുള്ളതല്ല. അപ്പൊ അതിന്റെ റേറ്റ് നോക്കുന്നതാണ്, ആവശ്യത്തിനുള്ള ബെഡുകൾ അവിടെ അവൈലബിൾ ആണോ എന്നതിന്റെ റേറ്റ് നോക്കുന്നതാണ് അത് ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. Then sixth one, length of stay ആണ്. ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ആളുകൾ ഹോസ്പിറ്റലിൽ താമസിക്കുന്ന കാലയളവ് എത്രയാണ്. ചില പേഷ്യൻസ് ആണെങ്കിൽ വളരെ ദീർഘകാലം, ചിലപ്പോൾ 1 മാസം വരെയൊക്കെ എന്ത് ചെയ്യാം ഹോസ്പിറ്റലിൽ തങ്ങേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടാവാം. ചില പേഷ്യൻസിനാണെങ്കിൽ ഷോർട്ടർ പീരീഡിനുള്ളിൽ ട്രീറ്റ്മെന്റ് ചെയ്ത് അല്ലെങ്കിൽ ആ പേഷ്യന്റ് റിക്കവർ ആയിട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അപ്പൊ എത്ര നാളെടുത്തിട്ടാണ് പേഷ്യൻസിന്റെ റിക്കവർ അവിടെ നടക്കുന്നത് എന്ന് നോക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അതിന്റെ റേറ്റ് ഇവിടെ നോക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് സ്റ്റേ. സെവൻത് വൺ മോർട്ടാലിറ്റി റേറ്റ് ആണ്, അതായത് മരണനിരക്ക്. ഓക്കെ, എത്ര പേര് മരിക്കുന്നുണ്ട് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും സൂക്ഷിക്കുന്നുണ്ടോ എന്നതിന്റെ റേറ്റ് അവിടെ നോക്കി കാണുന്നുണ്ട്. പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അതായത് പ്രസവത്തോടനുബന്ധിച്ചിട്ട് മരിക്കുന്ന കേസുകളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, അതായത് സ്ത്രീകൾ മരിക്കുന്ന കേസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോ പ്രസവത്തിനായിട്ട് ലേബർ റൂമിൽ കയറ്റുമ്പോഴോ അല്ലെങ്കിൽ സിസേറിയൻ ചെയ്യുമ്പോഴൊക്കെ എന്താണ് മരണം ഉണ്ടാകാറുണ്ട് ചില സ്ത്രീകൾക്കെങ്കിലും. അപ്പൊ അതിന്റെ റേറ്റ് ഇവിടെ നോക്കി കാണുന്നുണ്ട്. നെക്സ്റ്റ് വൺ, പ്രൊപ്പോർഷണൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. പ്രൊപ്പോർഷണൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാല് നവജാത ശിശുക്കളുടെ മരണനിരക്കാണ് കേട്ടോ. അതായത് നമുക്കറിയാം പ്രസവത്തോടനുബന്ധിച്ച് കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്ന കേസുകളുണ്ട് അല്ലെ, അല്ലെങ്കിൽ പ്രസവശേഷം കുഞ്ഞുങ്ങൾ ചിലപ്പോൾ NICU-ലൊക്കെ നടത്തിയിട്ടുണ്ടാവും. അപ്പൊ അവിടെ വെച്ച് മരണപ്പെടുന്ന ധാരാളം കേസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോ അതിന്റെ റേറ്റ് ഇവിടെ നോക്കി കാണുന്നു. ഓക്കെ, അപ്പൊ ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറഞ്ഞാല് ബെഡിന്റെ അവൈലബിലിറ്റി ആണ്. ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് പറഞ്ഞാൽ പീരീഡ് ഓഫ് ടൈം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ മരണനിരക്കാണ്. അതിനകത്ത് തന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും ഉണ്ട്, ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റും ഉണ്ട്. ജസ്റ്റ് ഇതൊന്ന് വായിക്കാട്ടോ, 2 മിനിറ്റ് ഒന്ന് വായിക്കുക. പേജ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് പറയാം. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് തമ്പ് ചെയ്യാട്ടോ.
അയച്ചു കഴിഞ്ഞോ? റീഡ് ചെയ്തായിരുന്നോ? ഓക്കെ. നിങ്ങൾ നോക്കി ഇത് നോക്കി ഇതിനകത്ത് പറയുന്ന എന്താണ്? HRM, ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ്. HRM എന്ന് പറഞ്ഞാല് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് കേട്ടോ. ഒരു ഹോസ്പിറ്റലിന്റെ എന്താ പറയാ സ്റ്റാഫുകളെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ എന്താ പറയാ ഡെവലപ്മെന്റ്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുക, അവരെ ഹയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട് പ്രത്യേകം. ഞാൻ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ, ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചിട്ട്. അപ്പോ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നോക്കേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് പെർസെന്റേജ്. അതായത് വരുന്ന അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടല്ലോ, സ്റ്റാഫുകൾ ഉണ്ടല്ലോ, അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് നോക്കുന്നുണ്ട്. അതായത് അവർ സംതൃപ്തരാണോ, അവർ ചെയ്യുന്ന ജോലിയിൽ അവർക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടാണോ അവർ ജോലി ചെയ്യുന്നതെന്നുള്ള ഒരു പെർസെന്റേജ് ഇവിടെ നോക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, എംപ്ലോയീസ് സാച്ചുറേഷൻ റേറ്റ്. എംപ്ലോയീസ് സാച്ചുറേഷൻ റേറ്റ് എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഇപ്പോ കൊഴിഞ്ഞു പോവില്ലേ, സ്റ്റാഫുകളൊക്കെ കൊഴിഞ്ഞു പോവുമല്ലോ. ധാരാളം ആളുകൾ ചിലപ്പോൾ ജോലി ഇഷ്ടപ്പെടാതെ വന്നിട്ട് ആ ജോലി റിസൈൻ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്ന ധാരാളം എംപ്ലോയീസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ എത്ര പേര് ആ സ്ഥാപനത്തിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട് എന്നതിന്റെ റേറ്റ് ഇവിടെ നോക്കും. നെക്സ്റ്റ്, എംപ്ലോയി ആബ്സെന്റീസം റേറ്റ്. അതായത് അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിൽ എത്ര പേര് ആബ്സെന്റ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര വരുന്ന എംപ്ലോയീസ് എത്ര പേര് അവിടെ ഒരു മാസത്തിൽ ചിലപ്പോൾ എത്ര ലീവ് എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്ന ഒരു ലീവ് ഉണ്ടാവില്ല, ചിലപ്പോൾ 4-5 ദിവസം അല്ലെങ്കിൽ 3-4 ദിവസമൊക്കെ ഒരു മാസത്തിൽ അവർക്ക് ലീവ് കൊടുത്തിട്ടുണ്ടാകാം. അവർക്ക് ലീവ് കൊടുക്കുന്നതാണ് ഓൾറെഡി. ഇനി ആ ലീവിനേക്കാൾ ഉപരിയായിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ആബ്സെന്റ് ആകുന്നുണ്ടോ എന്നതിന്റെ റേറ്റ് കൂടി ഇവിടെ നോക്കുന്നുണ്ട്. Then percentage of employees who are informed of employees' right, responsibilities or welfare scheme. ഇനി അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിൽ എത്ര പേർക്ക് എംപ്ലോയീസിന്റെ റൈറ്റ്സ്, അതായത് എംപ്ലോയീസിന്റെ അവകാശങ്ങളെ കുറിച്ച് അറിയാം, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് അറിയാം, അല്ലെങ്കിൽ അവരുടെ വെൽഫെയർ സ്കീംസിനെ കുറിച്ച് എത്ര പേർക്ക് അവയർനെസ് ഉണ്ട് എന്നതിന്റെ റേഷ്യോ ഇവിടെ നോക്കുന്നുണ്ട്. The last one, percentage of staff provided by pre-exposure prophylaxis. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്താ പറയാ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവരെ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള വാക്സിൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രീ എക്സ്പോഷർ പ്രോഫിലാക്സിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കാം, അല്ലെങ്കിൽ ജനറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവരായിരിക്കാം. അവർക്കൊക്കെ എന്താ പറയാ പ്രതിരോധ ശക്തി ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോ രോഗങ്ങൾ വരാനുള്ള, അല്ലെങ്കിൽ പേഷ്യൻസുമായിട്ട് അവർ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അതിനെ നമ്മൾ ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ടിയുള്ള വാക്സിൻ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ റേറ്റ് ഇവിടെ നോക്കും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഒന്നും കൂടി പറയാം. എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാല് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നോക്കുന്നതാണ്, അല്ല സോറി, എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ നോക്കുന്നതാണ്. എംപ്ലോയി സാറ്റുറേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് കൊഴിഞ്ഞു പോകുന്നത്, അവിടെ ജോലി വിട്ടു പോകുന്നതാണ്. എംപ്ലോയീസ് ആബ്സെന്റേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ആബ്സെന്റ് ആകുന്ന റേറ്റ് ആണ്. അതുപോലെ തന്നെ എത്ര എംപ്ലോയീസിന് അവരുടെ അവകാശങ്ങളെ കുറിച്ചും അവരുടെ വെൽഫെയർ സ്കീംസിനെ കുറിച്ചും അറിയാവുന്നുള്ളത്. അതുപോലെ തന്നെ എംപ്ലോയീസിൽ എത്ര പേർക്ക് എന്താ രോഗം വരുന്നു എന്നൊരു മുൻകൂട്ടി ധാരണയോട് കൂടി എത്ര പേർക്ക് വാക്സിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നൊരു റേറ്റ് കൂടി നോക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ടെൻത്ത് വൺ ഡിസ്ചാർജ് സമ്മറി ആണ് കേട്ടോ. ഡിസ്ചാർജ് സമ്മറിയിലെ ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്, ഡിസ്ചാർജിന് എത്ര സമയം എടുക്കുന്നുണ്ട്,
എന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിന്റെ ഒരു റേഷ്യോ നോക്കുന്നുണ്ട്. then അടുത്തത് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ് ചെയ്യേണ്ട കാര്യം ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം, ബയോമെഡിക്കൽ എക്യുപ്മെന്റ്, ജനറൽ എക്യുപ്മെന്റ്. അതായത് അപകടകരമായിട്ടുള്ള, അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ ഉണ്ടാവും ഹോസ്പിറ്റലുകളിൽ അല്ലെ. അതായത് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട ചില എക്യുപ്മെന്റ്സ് ഉണ്ടാകും. അതിന്റെ ബ്രേക്ക് ഡൗൺ ടൈം, അതായത് അതിന് ഡാമേജ് ഉണ്ടെങ്കിൽ അതിന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട് നന്നാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ അതുമായ റിപ്പയറിംഗ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ടൈം എത്ര സമയം വേണ്ടി വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നോക്കുന്നുണ്ട്. then equipment utilization rate, OT, ICU, general equipment, അതായത് എക്യുപ്മെന്റിന്റെ യൂട്ടിലൈസേഷൻ റേറ്റ്. ഇപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലായാലും ICUയിലായാലും നമ്മൾ പല എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടിയാണ് രോഗികളെ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. അപ്പൊ എത്രമാത്രം രോഗികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്യുപ്മെന്റുകളെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അതിന്റെ റേറ്റ് ഇവിടെ നോക്കി കാണും. ഓക്കെ, അടുത്തത് എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ. അതായത് ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ, നമ്മൾക്കൊരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ കുറച്ച് യോഗ്യതകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ HCO that satisfy the following requirements. ഫസ്റ്റ് വൺ കൊടുത്തിട്ടുള്ളത് കറന്റ്ലി ഇൻ ഓപ്പറേഷൻ ആസ് ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഇറ്റ് ഷുഡ് ബി above 50 beds since hospitals below 50 beds will come under SHCO standards. അതായത് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് 50-ൽ കൂടുതലാണ് ബെഡുകൾ ഉള്ളതെങ്കിൽ എന്ത് ചെയ്യാം? അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, 50 ബെഡിൽ കൂടുതലുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണോ എന്ത് ചെയ്യാം? നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 50 ബെഡിൽ താഴെ കിടക്കകളുള്ള, അല്ലെങ്കിൽ 50 ബെഡിൽ താഴെയാണ് കിടക്കകളെങ്കിൽ, അല്ലെങ്കിൽ 50 ബെഡിലാണ് എന്താ പറയാ ബിലോ 50 ആണ് ബെഡിന്റെ എണ്ണമെങ്കിൽ അതിനെ നാബ് കണക്കാക്കുന്നത് SHCO സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചാണ്, അല്ലെങ്കിൽ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നാണ് നാബ് അതിനെ വിളിക്കുന്നത് കേട്ടോ. ബിലോ 50 ആണ് ബെഡ് എങ്കിൽ അത് SHCOയുടെ പരിധിയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, 50-ൽ കൂടുതലാണ് ബെഡിന്റെ എണ്ണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ദ ഹോസ്പിറ്റൽ ഹാസ് ദ മിനിമം വോളിയം ഓഫ് പേഷ്യൻസ് വിച്ച് വിൽ ഇവാലുവേറ്റ് ദ ക്വാളിറ്റി ഓഫ് കെയർ ഗിവൺ ടു ദ പേഷ്യൻസ് വിച്ച് ഈസ് പ്രസന്റ്ലി 30%. അതുപോലെ തന്നെ അവിടെ പറയുന്നുണ്ട്, അവിടെ വരുന്ന പേഷ്യൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 30%, അതായത് 30% ആളുകളെങ്കിലും അവിടെ ട്രീറ്റ്മെന്റിനായിട്ട് വന്നിരിക്കണം. ആ ഹോസ്പിറ്റലില് 30% ആളുകളെങ്കിലും ട്രീറ്റ്മെന്റിനായിട്ട് വന്നിരിക്കണം എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, അതായത് നല്ല ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ വരുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ അത് അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ എന്ത് പറയുന്നത്? 30% ആളുകളെങ്കിലും അവിടെ ട്രീറ്റ്മെന്റിനായിട്ട് വന്നിരിക്കണം എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ പോയിന്റ്, the organization that commits to abide by NAB standards and applicable legal, statutory, regulatory requirements. അതുപോലെ തന്നെ നാബ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നാബിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളായിരിക്കണം ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് കേട്ടോ. നമ്മൾ പല സ്റ്റാൻഡേർഡും കണ്ടല്ലേ, നാബിന്റെ ചാപ്റ്ററിൽ നമ്മൾ പല സ്റ്റാൻഡേർഡുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫാർമസിയില്, അതുപോലെ ഫ്രണ്ട് ഓഫീസില്, അല്ലെങ്കിൽ പല പല സ്റ്റാൻഡേർഡുകൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന്, അല്ലെങ്കിൽ അത് അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. The last point, the healthcare organization should have implemented NAB standards in the HCO for a minimum of 3 months. ഇവിടെ പറയുന്നത് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അത് മിനിമം, അതായത് നാബിന്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നാബിന്റെ അക്രഡിറ്റേഷൻ അവർക്ക് ലഭിക്കണമെങ്കിൽ നാബിന്റെ സ്റ്റാൻഡേർഡ് അവര് 3 മാസമെങ്കിലും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നാബ് പറയുന്ന കാര്യങ്ങള് 3 മാസമെങ്കിലും അവർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, these standards have to be used by the whole organization and not for a certain service within the organization.
Organization provide multiple services and the standards are equally applicable to all services within the healthcare organization. അതുപോലെ തന്നെ നാബിന്റെ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഇവയെല്ലാം പാലിച്ചിരിക്കണം എന്നാ പറയുന്നത്. അതായത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തോ അതൊക്കെ എന്ത് ചെയ്തിരിക്കണം, ഇവർ പാലിച്ചിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമാണ് അക്രഡിറ്റേഷൻ ലഭിക്കുക. അപ്പോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് എബോവ് 50 ബെഡ്സ് ആയിരിക്കണം അപ്ലൈ ചെയ്യാനുള്ള ഒരു എലിജിബിലിറ്റി എന്ന് പറഞ്ഞാല്. രണ്ടാമത്തത് വോളിയം ഓഫ് പേഷ്യന്റ് എന്ന് പറയുന്നത് 30% ആയിരിക്കണം. നാബിന്റെ സ്റ്റാൻഡേർഡുകൾ അബൈഡ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റൽ ആയിരിക്കണം. അതുപോലെ തന്നെ നാബ് സ്റ്റാൻഡേർഡ് 3 മാസമെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്ന ഹോസ്പിറ്റലുകൾക്കാണ് ഇത്തരത്തിലുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ പാലിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ഒരു പിക്ചർ കാണുന്നുണ്ടോ നിങ്ങള്? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, നാബിന്റെ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ അത്. ഇത് ക്ലിയർ അല്ല എന്ന് തോന്നുന്നു അല്ലെ? ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങക്ക്? എഴുതിയിരിക്കുന്നത് ക്ലിയർ ആണോ? രാഖി, രാഖി ക്ലിയർ അല്ലല്ലോ ഇത് സാധനം. നോക്കൂട്ടോ, കാണുന്നുണ്ടോ? അപ്പൊ ക്ലിയർ ആണോ? നാബിന്റെ അക്രഡിറ്റേഷൻ ആണത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂവന്റ് ബോർഡ് ഓഫ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ, കണ്ടോ? ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അവരുടെ സർട്ടിഫിക്കറ്റ് ആണ്. ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത് മംഗള ഹോസ്പിറ്റൽ ആണ്. മംഗള കിഡ്നി ഫൗണ്ടേഷൻ, വജ്ര ഹിൽസ്, കദ്രി റോഡ്, മംഗളൂരു. ഓക്കെ, അതായത് മംഗലാപുരത്തുള്ള ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ് കേട്ടോ ഇത്. ഓക്കെ, അവരുടെ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ സിമ്പിള് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അതായത് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇത് നോക്കിയേ, പ്രീ അക്രഡിറ്റേഷൻ എൻട്രി ലെവൽ ആണെങ്കിൽ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പില് ഗ്രീൻ കളറിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പ്രീ അക്രഡിറ്റേഷൻ ആണെങ്കിൽ പ്രോഗ്രസീവ് ലെവൽ, അതൊരു എന്താ പറയാ ബ്ലൂ കളർ എന്താ പറയാ സിമ്പിള് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് ഇത് നോക്കിയാൽ നിങ്ങള് കുറച്ചുകൂടി വലിയ രീതിയിൽ നാബിന്റെ ചിഹ്നമൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ ഏത് ലെവലിലാണ് ഹോസ്പിറ്റൽ നിൽക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അക്രഡിറ്റേഷൻ ലഭിക്കുക. അതുപോലെ തന്നെ വാലിഡ് ഫ്രം സെപ്റ്റംബർ 24, 2019, 2019 ഇത് ഈ അക്രഡിറ്റേഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ വാലിഡേഷൻ എന്ന് പറഞ്ഞാല് സെപ്റ്റംബർ 23, 2021 വരെ ആയിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ ചെക്ക് ചെയ്യും, നാബ് സ്റ്റാൻഡേർഡുകളും കാര്യങ്ങളൊക്കെ അവർ പാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് പിന്നെ അവർക്ക് വീണ്ടും അത് എന്താ പറയാ റീ അക്രഡിറ്റേഷൻ കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കാം, നിങ്ങൾ ചെല്ലുന്ന ഹോസ്പിറ്റലിൽ മറ്റൊന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റലിൽ ഈ ഒരു അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അവിടെ വലിയ ഫ്രണ്ട് ഓഫീസിൽ തന്നെ അവര് പതിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ.
അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അവരുടെ TV, കുറെ കാര്യങ്ങൾ അഡ്വർടൈസ്മെന്റ് മറ്റൊക്കെ വരില്ലേ TV-യിൽ, അവിടെ ചെല്ലുമ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പൊ ആ സ്ക്രീനിൽ ചിലപ്പോൾ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളും കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയല്ലോ ഈ ഒരു ചാപ്റ്റർ? ഇത് ചാപ്റ്റർ ഫിനിഷ് ആയിട്ടോ, കഴിഞ്ഞു. ഇത് നമുക്ക് അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാല് ഓഡിറ്റ് ആണ്. എന്താണ് ഓഡിറ്റ് എന്ന് കമന്റ് ചെയ്തേ. എന്താ ഓഡിറ്റ്? ഓഡിറ്റ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഓഡിറ്റ് എന്താണ്? ഓഡിറ്റ് കണക്കെടുപ്പാണ് അല്ലെ? വാല്യുവേഷൻ ആണ്. വാല്യുവേഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ് ഈ ചാപ്റ്റർ മനസ്സിലാക്കി എടുക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ എടുക്കുന്ന ചാപ്റ്ററിൽ വെച്ചിട്ട് കുറച്ച് എനിക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയത് ഓഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്നല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. കഴിവിന്റെ പരമാവധി ഞാൻ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മലയാളം എക്സ്പ്ലനേഷൻ പറയും, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? നമ്മൾ ആദ്യം ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഒക്കെ എഴുതിയില്ലേ നാബിന്റെ ചാപ്റ്ററിൽ, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പൊ പലരും പറഞ്ഞു കണക്കെടുപ്പാണെന്ന് പറഞ്ഞു, വാല്യുവേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിറ്റ് നമ്മള് എന്താ പറയാറുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്താണ് ഓഡിറ്റ് എന്ന് പറയുന്നത് നോക്കാം. ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ. ചാപ്റ്റർ 12 ഓഡിറ്റ്. നിങ്ങൾക്ക് 12 ആണോ എന്ന് അറിയില്ല, തന്നിരിക്കുന്നത് ചാപ്റ്റർ ഏതാണ് നിങ്ങളുടെ? 44 ആണെന്ന് തോന്നുന്നു കേട്ടോ. 45 ആണ്. ഓക്കെ, 45. അപ്പൊ ഓഡിറ്റിന്റെ ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം എന്താണ് പറഞ്ഞേക്കുന്നതെന്ന്. Definition: a systematic and critical assessment of the planning, delivery and evaluation of services with regard to efficiency, effectiveness and quality within given resources. It is the assessment of data, documents and resources to inspect performance of systems if meets specified standard. എഴുതിയെടുത്തോളൂ കേട്ടോ. നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കുള്ളിലെ കഴിവ്, കാര്യക്ഷമത, ഗുണനിലവാരം എന്നിവയുമായി ബന്ധപ്പെട്ട സേവനം, ആസൂത്രണം, വിലയിരുത്തൽ എന്നിവയുടെ വ്യവസ്ഥാപിതവും വിമർശനാത്മകവുമായ വിലയിരുത്തലാണ് ഓഡിറ്റ്. ഒന്നുകൂടി ഞാൻ വായിക്കാം. നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കുള്ളിലെ കഴിവ്, കാര്യക്ഷമത, ഗുണനിലവാരം എന്നിവയുമായി ബന്ധപ്പെട്ട സേവനം,
ആസൂത്രണം, വിലയിരുത്തൽ എന്നിവയുടെ വ്യവസ്ഥാപിതവും വിമർശനാത്മകവുമായ വിലയിരുത്തലാണ് ഓഡിറ്റ്. ഓക്കെ, അടുത്ത എഴുതുക, അടുത്ത പോയിന്റ് ആയിട്ട് എഴുതുക കേട്ടോ. നിർദ്ദിഷ്ട മാനദണ്ഡങ്ങളുടെ പെർഫോമൻസ് അഥവാ പ്രകടനം. നിർദ്ദിഷ്ട മാനദണ്ഡങ്ങളുടെ പെർഫോമൻസ് അഥവാ പ്രകടനം പരിശോധിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് ഓഡിറ്റ്. പരിശോധിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് ഓഡിറ്റ്. ഡാറ്റ, അടുത്ത പോയിന്റ് കേട്ടോ. ഡാറ്റ രേഖകൾ എന്നിവയിലൂടെയാണ് ഓഡിറ്റ് കണക്കാക്കുന്നത്. ഡാറ്റ രേഖകൾ എന്നിവയിലൂടെയാണ് ഓഡിറ്റ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ചുരുക്കി പറയാം എന്താണ് ഓഡിറ്റ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇതാണ് കേട്ടോ. നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കുള്ളിലെ കഴിവ്, ഒന്നുകൂടി പറയാം. നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കുള്ളിലെ കഴിവ്, കാര്യക്ഷമത, ഗുണനിലവാരം എന്നിവയുമായി ബന്ധപ്പെട്ട സേവനം, ആസൂത്രണം, വിലയിരുത്തൽ എന്നിവയുടെ വ്യവസ്ഥാപിതവും വിമർശനാത്മകവുമായ വിലയിരുത്തലിനെ ഓഡിറ്റ് എന്ന് പറയുന്നു. ഇനി അടുത്ത പോയിന്റ്, നിർദ്ദിഷ്ട മാനദണ്ഡങ്ങളുടെ പ്രകടനം പരിശോധിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് ഓഡിറ്റ്. ഡാറ്റ രേഖകൾ എന്നിവയിലൂടെയാണ് ഓഡിറ്റ് കണക്കാക്കുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഒരു ഹോസ്പിറ്റലിൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ പലതരത്തിലുള്ള റിസോഴ്സസ് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. അതായത് അവിടെ സ്റ്റാഫുകൾ ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് ഉണ്ട്, പേഷ്യൻസ് ഉണ്ട്, അവരുടെ എന്താ പറയുക കെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ ടോട്ടൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ഓഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. തന്നിരിക്കുന്ന ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമ്മൾ എന്തിനെയാണോ നമുക്ക് ഓഡിറ്റ് കണക്കാക്കേണ്ടത്, ആ ഒരു സംഭവം ഉണ്ടാവില്ല. അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആവാം, അല്ലെങ്കിൽ സ്കൂൾ ആവാം, അല്ലെ, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ. ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടെയുള്ള സ്റ്റാഫുകള്, എക്യുപ്മെന്റുകള്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട പല കാര്യങ്ങളും ഹോസ്പിറ്റലിലുണ്ട്. അപ്പൊ അതിന്റെ ടോട്ടൽ ഇവാലുവേഷനെയാണ് എന്ത് പറയുന്നത്, ഓഡിറ്റ് എന്ന് പറയുന്നത്. അത് കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് വേയിലൂടെയും നമുക്ക് ഓഡിറ്റ് തയ്യാറാക്കാം. അതല്ല ക്രിട്ടിക്കൽ അസസ്മെന്റ് നമുക്ക് അതിനകത്ത് നടത്താവുന്നതാണ്. അതായത് എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ അതിനകത്ത് പകർത്തി വെക്കണം. തിരുത്താനായിട്ട് പാടുള്ളതല്ല അല്ലെ. അതായത് ഇപ്പൊ എന്തെങ്കിലും എന്താ പറയുക ഓഡിറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം കാണുവാണ്, എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാണ്, എറർ കണ്ടുപിടിക്കാന്ന് വിചാരിക്കാം. ആ എറർ നമ്മൾ ഒരിക്കലും തിരുത്താൻ പാടില്ല. എന്താണോ ആ എറർ വന്നിരിക്കുന്നത് അത് അങ്ങനെ തന്നെ പകർത്തി വെക്കണം. അപ്പോ സിസ്റ്റമാറ്റിക് വേയിലൂടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അസസ്മെന്റ് നടത്തുകയാണ് ഓഡിറ്റ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? എന്താണ് ഓഡിറ്റ് എന്ന് മനസ്സിലായോ? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അതിന്റെ പ്രവർത്തനങ്ങള്, അതിന്റെ എന്താ പറയാ റിസോഴ്സസ്, എക്യുപ്മെന്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും എവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് പെർഫോമൻസിനെ പരിശോധിക്കുന്നു. നമ്മൾ പല പല സ്റ്റാൻഡേർഡുകൾ കണ്ടില്ലേ, ലാബിൽ നമ്മൾ പല പല സ്റ്റാൻഡേർഡുകൾ ഡിസ്കസ് ചെയ്തില്ലേ. അപ്പോ അവിടെയുള്ള സ്റ്റാഫുകളുടെ ആയാലും അവിടെ എന്താ പറയാ അവിടെ നടത്തുന്ന എന്താ പറയാ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും ഒരു ഹോസ്പിറ്റലിന്റെ. അതിനെയൊക്കെ തന്നെ അതിന്റെ പെർഫോമൻസിനെ വിലയിരുത്തുന്ന ഒരു ഉപാധി കൂടിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഡോക്ടേഴ്സിന്റെ പെർഫോമൻസ് അവിടെ വരാം,
നഴ്സുമാരുടെ പെർഫോമൻസ് വരാം, അവിടെയുള്ള അതായത് പാരാമെഡിക് സ്റ്റാഫുകളുടെ പെർഫോമൻസ് വരാം. ഇതൊക്കെ എന്തിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്? ഓഡിറ്റില് കണക്കാക്കുന്നുണ്ട്. അവരുടെയൊക്കെ റെസ്പോൺസിബിലിറ്റീസും അവർ ചെയ്യുന്ന ജോലികളുടെ കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡാറ്റകളിലൂടെയും രേഖകളിലൂടെയുമാണ് ഓഡിറ്റ് കണക്കാക്കുന്നത്. അതായത് ഒരു നിശ്ചിത ഡാറ്റാസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയാ രേഖകളൊക്കെ ഉണ്ടാവും, റെക്കോർഡുകൾ ഉണ്ടാവും. ഇതിലൂടെയാണ് ഓഡിറ്റിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? then അടുത്ത പാരഗ്രാഫിൽ ഓഡിറ്റ് എന്താണെന്ന് ഒന്നും കൂടി ഇവിടെ പറയുന്നുണ്ട്. ഒരു ക്ലാസിഫിക്കേഷൻ കൂടി ഇവിടെ ഓഡിറ്റിന് കൊടുക്കുന്നുണ്ട്. In healthcare is a process used by health professionals to estimate, evaluate and refine care of patients in a systematic way. Audit calculates current practice against a defined desired standard. It belongs to clinical governance, which aims at safeguarding a high quality of clinical care of patients. Okay, ഇനി എന്താണ് അതിന്റെ മലയാളം എന്ന് ഞാൻ പറയാം, നിങ്ങൾ എഴുതിയെടുത്തോളൂ കേട്ടോ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ ചിട്ടയായ രീതിയിൽ രോഗികളുടെ പരിചരണം കണക്കാക്കാനും ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ ചിട്ടയായ രീതിയിൽ രോഗികളുടെ പരിചരണം കണക്കാക്കാനും വിലയിരുത്താനും പരിഷ്കരിക്കാനും ആരോഗ്യ വിദഗ്ധർ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ഓഡിറ്റ്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ ചിട്ടയായ രീതിയിൽ രോഗികളുടെ പരിചരണം കണക്കാക്കാനും വിലയിരുത്താനും പരിഷ്കരിക്കാനും ആരോഗ്യ വിദഗ്ധർ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ഓഡിറ്റ്. അടുത്തതായിട്ട് പോയിന്റ് ആയിട്ട് എഴുതാം. രോഗികൾക്ക് ഉയർന്ന നിലവാരമുള്ള ക്ലിനിക്കൽ പരിചരണം സുരക്ഷിതമാക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. ഓക്കെ, അപ്പൊ ഓഡിറ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പേഷ്യൻസിനെ കെയർ ചെയ്യണം. അത് മാത്രമല്ല അവരുടെ എന്താ പറയാ കെയർ. ഓക്കെ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ ചിട്ടയായ രീതിയിൽ രോഗികളുടെ പരിചരണം കണക്കാക്കാനും വിലയിരുത്താനും പരിഷ്കരിക്കാനും ആരോഗ്യ വിദഗ്ധർ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ഓഡിറ്റ്. രോഗികൾക്ക് ഉയർന്ന നിലവാരമുള്ള ക്ലിനിക്കൽ പരിചരണം സുരക്ഷിതമാക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. ഓക്കെ, എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ആ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ കെയർ ഇവാലുവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് മെഷർ ചെയ്യാനും വേണമെങ്കിൽ അത് പരിഷ്കരിക്കാനും അവിടെയുള്ള ആരോഗ്യ വിദഗ്ധർ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒരു കൂട്ടം പേഷ്യൻസ് വന്നു, ആ പേഷ്യൻസിന്റെ കെയർ എങ്ങനെയാണ് ആ ഹോസ്പിറ്റൽ അധികൃതർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിന് പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അവിടെയുള്ള ഹെൽത്ത് പ്രൊഫഷണൽസ് ചൂസ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് എന്ത് പറയാ, ഓഡിറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിന്റെ പ്രത്യേക ലക്ഷ്യമുണ്ട്. രോഗികൾക്ക് ഹൈ ക്വാളിറ്റി ഓഫ് കെയർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓഡിറ്റ് ലക്ഷ്യമിടുന്നത്. ഈ ഓഡിറ്റിന്റെ ലക്ഷ്യം എന്താ? എന്തിനു വേണ്ടിയാണ് ഓഡിറ്റ് നടപ്പാക്കുന്നത്? പേഷ്യൻസിന് ഹൈ ക്വാളിറ്റി ഓഫ് കെയർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓഡിറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ഹോസ്പിറ്റലുകളിൽ നടത്തുന്നത്. ക്ലിയർ ആണോ? ഓക്കെ,
ഇനി അടുത്തത് നോക്കിയേ, വൈ ഓഡിറ്റ്? എന്തിനാണ് ഓഡിറ്റ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഓഡിറ്റ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് സസ്റ്റെയിൻ ഡാറ്റ ക്വാളിറ്റി. ഡാറ്റ നിലവാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഓഡിറ്റ് ഉപയോഗിക്കുന്നത്. അതായത് ഡാറ്റാസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു ധാരാളം ഡാറ്റാസും റെക്കോർഡും ഒക്കെ നമ്മൾ സൂക്ഷിക്കുക അല്ലെ. ഇതിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓഡിറ്റ് നടത്തപ്പെടുന്നുണ്ട്. ഓക്കെ. Then second one, define the reputation of staff, organizer and hospital. ജീവനക്കാരുടെയും സംഘാടകരുടെയും ആശുപത്രിയുടെയും പ്രശസ്തി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ഒരു ഹോസ്പിറ്റൽ ഓഡിറ്റ് നടത്തിയില്ലെങ്കിൽ അതിന് പ്രശസ്തി ഉണ്ടാവില്ലെന്നാ പറയാ. കാരണം മറ്റുള്ളവരുടെ ഇടയിൽ അവർക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടില്ല, ഫെമിലിയർ ആവില്ല. ഒരു സ്ഥാപനം കൃത്യമായിട്ട് ഓഡിറ്റ് നടത്തിയാലാണ് അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്കൊരു വില ഉണ്ടാവുക, അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഒരു സ്ഥാപനമായിട്ട് പ്രവർത്തിക്കുക. ഇപ്പൊ ഹോസ്പിറ്റൽ മാത്രമല്ല, ഏത് തരം ഓർഗനൈസേഷൻ ആണെങ്കിലും, എന്തൊരു കൂട്ടായ്മയാണെങ്കിലും സംഘടനയാണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് എല്ലാ വർഷവും എന്ത് ചെയ്യണം? ഓഡിറ്റ് കണക്കാക്കിയിരിക്കണം അല്ലെ. ഓഡിറ്റ് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ആ സ്ഥാപനത്തിന്റെ തുടർന്നുള്ള നടത്തിപ്പിനാണ് ഓഡിറ്റ് സഹായമാകുന്നത് അല്ലെ. അപ്പൊ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും അതുപോലെ തന്നെ ആ ഒരു സ്ഥാപനത്തിനും പ്രശസ്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കൂടുതൽ ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ് എന്ത് നടപ്പിലാക്കുന്നത്? ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ് നടത്തുന്നത്. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ്, ഡിഫൈൻ ദി കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഫണ്ടിങ്. ഇത് ഞാൻ പറയാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവാം കേട്ടോ. ഞാൻ പറയാം എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഡിഫൈൻ ദി കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഫണ്ടിങ്. അതുപോലെ തന്നെ ഭാവിയിലും, അതായത് ഇപ്പോഴുണ്ടാകുന്നതും അതുപോലെ തന്നെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ ഫിനാൻഷ്യൽ ക്രൈസിസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റ് നടത്തുന്നുണ്ട് അല്ലെ. അതായത് ഓഡിറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വരവ് ചെലവ് അല്ലെങ്കിൽ കണക്കുകൂട്ടലുകളെയാണ് ശരിക്കും പറഞ്ഞാൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ കണക്കുകളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഭാവിയില് എന്താ പറയാ, ഇങ്ങനെ ഫണ്ടിങ്ങിലും കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് നടത്തുന്നു? ഓഡിറ്റ് നടത്തുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഡിഫൈൻ കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഫണ്ടിങ്. നാലാമത്തത് റിഫൈൻ ക്വാളിറ്റി. ഗുണനിലവാരം ശുദ്ധീകരിക്കുന്നു അഥവാ പ്യൂരിഫൈ ചെയ്യുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഗുണനിലവാരത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഓഡിറ്റ് കൊടുക്കുന്നു. അടുത്ത പോയിന്റ്, യൂസ്ഫുൾ ഫോർ ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ്. ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റിന് എന്താ പറയാ, കൂടുതൽ ഉപകാരപ്പെടുന്നു എന്നാ പറയുക. അതായത് രോഗികൾക്കുള്ള ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ്, ഡോക്ടേഴ്സ് കൊടുക്കുന്ന പരിചരണം, ഇതിനൊക്കെ ഇംപ്രൂവ്മെന്റ് വരുന്നു ഓഡിറ്റ് നടത്തുന്നത് പോലെ. ഓക്കെ. ഇൻസ്പയർസ് ടീം വർക്ക്. ഒരു ടീം വർക്കിനെ ഇൻസ്പയർ ചെയ്യുന്നു. അതായത് ഒരു ഓഡിറ്റ് നടത്തുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ കൂട്ടായ പ്രവർത്തനമായിരിക്കും അവിടെ കാഴ്ചവെക്കുന്നത് അല്ലെ. അപ്പൊ കൂട്ടായ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അത് ഓഡിറ്റ് ആണ്. ഇംപ്രൂവ്സ് പേഷ്യന്റ് കെയർ. നമ്മൾക്ക് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ രോഗി പരിചരണമാണ് അല്ലെ. അത് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഓഡിറ്റ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. അപ്പൊ പേഷ്യന്റ് കെയർ മെച്ചപ്പെടുത്തുക എന്നുള്ളതും ഓഡിറ്റിന്റെ പ്രത്യേകതയാണ്. ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ്. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ. ഓക്കെ, സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുക അല്ലെ. അതായത് നമുക്കറിയാം ഓഡിറ്റ് കൃത്യമായിട്ട് കണക്കാക്കിയാല് നമുക്ക് ഇപ്പോ ഒരു പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമുക്ക് എന്തായാലും ഓഡിറ്റ് കണക്കാക്കുന്നത് മൂലം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മളിപ്പോ പ്രോഫിറ്റിലാണോ നിൽക്കുന്നത് ലോസ് ആണോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോ കൂടുതലും ഓഡിറ്റ് നടത്തുന്നത് മൂലം നമുക്ക് കൃത്യമായിട്ട് പ്രോഫിറ്റായി ഉണ്ടാവുക. എല്ലാ വർഷവും കൃത്യമായിട്ട് ഓഡിറ്റ് നടപ്പിലാക്കിയാല് അതുമൂലം നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതാണ് അല്ലെ. അപ്പോ അതിന് വേണ്ടിയിട്ട് ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. The last one, become necessary for meeting litigation under CPA. Litigation എന്ന് പറഞ്ഞാല് വ്യവഹാരങ്ങൾ അഥവാ കേസുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. CPA എന്ന് പറഞ്ഞാല് കെയർ പ്രോഗ്രാംസ് അപ്രോച്ച് ആണ്. കെയർ പ്രോഗ്രാംസ് അപ്രോച്ചിനെയാണ് CPA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് CPAയുടെ കീഴിലുള്ള വ്യവഹാരങ്ങൾ പരിഹരിക്കുന്നതിന് ഓഡിറ്റ് അത്യാവശ്യമാണ്.
കെയർ പ്രോഗ്രാംസ് അപ്രോച്ചിന്റെ കീഴിൽ ധാരാളം കംപ്ലൈന്റ്സ് വരാം. അതായത് പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട ഒന്നാണ് കെയർ പ്രോഗ്രാംസ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതിന്റെ കീഴിൽ ധാരാളം പേഷ്യന്റ് കംപ്ലൈന്റ്സും കാര്യങ്ങളൊക്കെ വരാവുന്നതാണ്. അപ്പോ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതിന് ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? ഇനി അടുത്തത് വരുന്നത് ഓഡിറ്റ് മേ ബി ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ. ഓഡിറ്റ് എന്ന് പറയുന്നത് ഇന്റേണൽ ആവാം, എക്സ്റ്റേണൽ ആവാം. നമുക്കൊന്ന് നോക്കാം. An internal audit is an independent evaluation to provide guarantee to the organization that its financial and operational controls are adequate. This procedure compares organizational policies and procedures proportional to required compliance demands. അതായത് ഇതൊരു ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര വിലയിരുത്തലാണ്. അതായത് ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ എന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് ആയിട്ട് ഒന്ന് പറഞ്ഞുതരാം, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം എന്താണ് ഇന്റേണൽ ഓഡിറ്റ് എന്നത്. അതായത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വരവ് ചെലവ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾ തന്നെയല്ലേ? ആണോ? നിങ്ങളുടെ ഓരോ മാസത്തെ ബഡ്ജറ്റ്, നിങ്ങളുടെ എക്സ്പെൻസ്, നിങ്ങളുടെ ഇൻകം, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങളാണോ? ഒരു ബുക്കിൽ എഴുതി വെക്കാറുണ്ടോ? ഉണ്ട് അല്ലെ? ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ ഇതേ കാര്യം തന്നെ ഒരു ഹോസ്പിറ്റൽ ചെയ്യാണ്. അതായത് അവരുടെ ഡെയിലി ഉള്ള ഓപ്പറേഷൻസ്, അതിന് എന്താ പറയാ, അതിനകത്ത് പേഷ്യന്റ് കെയർ വരാം, അതുപോലെ ഡോക്ടർമാരുടെ ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ ഡേ ടു ഡേ ഉണ്ടാകുന്ന എക്സ്പെൻസ്, ഇൻകം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരാവുന്നതാണ്. ഓക്കെ. അത് ആ ഹോസ്പിറ്റലിന്റെ ആളുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ അധികൃതർ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് എന്ത്? ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ കണക്കൂട്ടുന്ന കാര്യങ്ങള് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അല്ലെ? ഇൻഡിപെൻഡന്റ് ആണ്, വേറെ ആരുടെയും ഇടപെടൽ അതിനകത്തില്ല. നമ്മൾ തന്നെയാണ് ഓരോ കാര്യങ്ങൾ എഴുതി വെക്കുന്നതും, നമ്മളാണ് ഇൻകം എത്രയാണ്, എക്സ്പെൻസ് എത്രയാണെന്നൊക്കെ നമ്മൾ തന്നെയാണ് കണക്കൂട്ടുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ. അതുപോലെ തന്നെ ഹോസ്പിറ്റലും എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും കുറിച്ച് ഒരു ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ നടത്തുന്നുണ്ട്. ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ ഉള്ള ആളുകളാണ് അത് ചെയ്യുക. അതായത് അതിനെ വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അവരാണ് ഈ ഒരു ഇവാലുവേഷൻ നടത്തുക. ദാറ്റ് ഈസ് ഇന്റേണൽ ഓഡിറ്റ്. ഓക്കെ. ഇനി നമുക്ക് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് നോക്കാം. External audits are used to evaluate certain aspects of characteristics of a healthcare providing organization against specified standards. Accordingly, the implementation of an external audit needs an external standard and cooperation from beyond the hospital, and this distinguishes them from internal audits. എന്താണ് internal audits? ഇത് മലയാളം ഒന്ന് ഞാൻ ആദ്യം പറയാം. നിശ്ചിത മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ഒരു ആരോഗ്യ സംരക്ഷണം നൽകുന്ന സ്ഥാപനത്തിന്റെ സ്വഭാവ സവിശേഷതകളുടെ ചില വശങ്ങൾ വിലയിരുത്തുന്നതിന് ബാഹ്യ ഓഡിറ്റുകൾ ഉപയോഗിക്കുന്നു. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് ഒരു സ്ഥാപനം, അതായത് ഒരു സ്ഥാപനത്തിന് പല പല ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അല്ലെ? അവരുടെ മൊത്തം കാര്യങ്ങൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്റേണൽ ഓഡിറ്റിൽ ഹോസ്പിറ്റലിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അധികൃതർ തന്നെയാണ് ഇത് ചെയ്യാന്ന് പറഞ്ഞു. എന്നാൽ എക്സ്റ്റേണൽ ഓഡിറ്റില് ഒരു ഹോസ്പിറ്റലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തം പ്രവർത്തനങ്ങള് പുറത്തു നിന്നുള്ള ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടേതായിട്ടുള്ള വരവുകളും ചെലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ? അത് വേണമെങ്കിൽ പഞ്ചായത്ത് ഒന്ന് വന്ന് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ വില്ലേജിൽ ആരെങ്കിലും വന്നത് ചെക്ക് ചെയ്യാം. അതൊക്കെ എന്തായി? എക്സ്റ്റേണൽ ഓഡിറ്റ് ആയി. ഇത് തന്നെയാണ് ഹോസ്പിറ്റലിൽ സംഭവിക്കുന്നത്. ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള കാര്യങ്ങള് മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്? അത് പുറത്തു നിന്നുള്ള ആളുകളുടെ ഇടപെടൽ മൂലം ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയെയാണ് ഇത് പറയുന്നത് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ ആണ്, മനസ്സിലായോ? ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റല് നടത്തുന്ന ഇവാലുവേഷൻ ആണ്. എന്നാൽ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ പുറത്തുനിന്ന് ഒരാൾ വന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. ഓക്കെ.
Then അടുത്തത് മെഡിക്കൽ ഓഡിറ്റ് എന്താണ് നമുക്കൊന്ന് നോക്കാം. Medical audit is defined as the assessment of medical care in retrospect through scrutiny of medical records. It's a planned analysis program which clearly monitors and evaluates the clinical performance of all practitioners, recorded by qualified professional staffs to identify, examine or verify the performance using accepted criteria. Okay. മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കൽ റെക്കോർഡുകളുടെ വിശകലനത്തിലൂടെ മുൻകാലങ്ങളിലുള്ള വൈദ്യപരിചരണത്തിന്റെ വിലയിരുത്തലിനെയാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് ആശുപത്രികളിൽ ധാരാളം മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ടാവുമല്ലോ. ഈ മെഡിക്കൽ റെക്കോർഡുകൾ ഇവാലുവേറ്റ് ചെയ്ത് പണ്ട് കാലത്ത്, അതായത് മുൻകാലങ്ങളിൽ ഡോക്ടേഴ്സ് എന്തുമാത്രം കെയർ ആണ് പേഷ്യൻസിന് കൊടുത്തതെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. മെഡിക്കൽ ഓഡിറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡുകളുടെ സഹായത്തോടു കൂടിയാണ് ഡോക്ടേഴ്സ് എന്ത് തരം കെയർസ് ആണ് പേഷ്യൻസിന് കൊടുത്തതെന്ന് വിലയിരുത്തുന്നത്. ഓക്കെ, ആ ഒരു മെഡിക്കൽ റെക്കോർഡ് പരിശോധിച്ചിട്ട് മുമ്പത്തെ കാലത്ത്, അതായത് പാസ്റ്റില് ഡോക്ടേഴ്സ് എന്തുമാത്രം കെയർ ആണ് അവർക്ക് കൊടുത്തതെന്ന് വിലയിരുത്തുന്ന ഒരു രീതിയാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, then it's a planned analysis program which clearly monitors and evaluates the clinical performance of all practitioners. പിന്നെ അത് പറയുന്നുണ്ട്, ഒരു പോയിന്റ് ഇവിടെ വേറെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അതായത് പേഷ്യന്റിന്റെ കാര്യങ്ങൾ, അതായത് എന്താ പറയാ, പേഷ്യന്റിന് കൊടുക്കുന്ന പരിചരണം അല്ലെങ്കിൽ പേഷ്യന്റിന് കൊടുക്കുന്ന കെയർ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണത് മെഡിക്കൽ ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് എല്ലാ ഡോക്ടർമാരുടെയും ക്ലിനിക്കൽ പ്രകടനം വ്യക്തമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു ആസൂത്രിത പരിപാടിയാണത്. മെഡിക്കൽ ഓഡിറ്റിലൂടെ ഡോക്ടർമാര് എന്താ പറയാ, അവരെ ഒബ്സർവ് ചെയ്യാനും അവർ എത്രമാത്രം കെയർ ആണ് പേഷ്യന്റിന് കൊടുക്കുന്നതെന്ന് കണക്ക് കൂട്ടാനും സാധിക്കും. ഓക്കെ, അംഗീകൃത മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് പ്രകടനം തിരിച്ചറിയുന്നതിനും പരിശോധിക്കുന്നതിനും യോഗ്യരായ സ്റ്റാഫുകളെ ഇതിനു വേണ്ടി നിയമിച്ചിട്ടുണ്ടാവും. അപ്പൊ മെഡിക്കൽ ഓഡിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ഹോസ്പിറ്റലിൽ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റാഫുകളെ നിയോഗിച്ചിരിക്കും കേട്ടോ. ഒന്നും കൂടി ഞാൻ പറയാൻ മനസ്സിലായില്ലെങ്കിൽ, മെഡിക്കൽ റെക്കോർഡുകളുടെ സാന്നിധ്യത്തിൽ ഡോക്ടർമാരുടെ കെയർ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. എല്ലാ ഡോക്ടർമാരുടെയും ക്ലിനിക്കൽ പ്രകടനം വ്യക്തമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു പ്ലാൻഡ് പ്രോഗ്രാമാണ് ഈ ഒരു മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനു വേണ്ടി പ്രത്യേകം ആളുകളെ നിയമിച്ചിട്ടുണ്ടാകും. അതാണ്. സ്പീഡ് കൂടുന്നുണ്ടോ? മനസ്സിൽ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തില്ലേ? ക്ലിയർ അല്ലേ മെഡിക്കൽ ഓഡിറ്റ്? ക്ലിയർ ആണോ മെഡിക്കൽ ഓഡിറ്റ്? എന്തിന്റെ സഹായത്തോടു കൂടിയാണ് മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നത്? മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്ന എന്തിന്റെ സഹായത്തോടു കൂടിയാ? മെഡിക്കൽ റെക്കോർഡ്. ആരെ കുറിച്ചുള്ള ഇവാലുവേഷൻ ആണ് മെഡിക്കൽ റെക്കോർഡിലുള്ളത്? പ്രാക്ടീഷണർ അഥവാ ഡോക്ടർമാരുടെ ഇവാലുവേഷൻ ആണ് കേട്ടോ. ഡോക്ടേഴ്സ് എത്ര രീതിയിലാണ് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് പേഷ്യൻസിന് കെയർ കൊടുത്തതെന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, അവരുടെ പെർഫോമൻസ് ഒബ്സർവ് ചെയ്യുന്ന രീതിയാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ്. Clinical audit covers all features of clinical care, including that provided by nursing and paramedical staff. Clinical audit is a quality improvement process that tries to enhance patient care and effects through systematic analysis of care of the healthcare team against clear-cut criteria and the implementation of change. നോക്കാം നമുക്ക് ക്ലിനിക്കൽ ഓഡിറ്റ് എന്താണെന്ന്. അതായത് നഴ്സിംഗ്, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എന്നിവർ നൽകുന്ന ക്ലിനിക്കൽ കെയറിന്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ്. നമ്മൾ നേരത്തെ മെഡിക്കൽ ഓഡിറ്റ് പറഞ്ഞു, ഡോക്ടർമാരുടെ കെയർ ആണ് അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ. എന്നാൽ ക്ലിനിക്കൽ ഓഡിറ്റിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് നഴ്സിംഗ്, പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെ കെയർ ആണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, ക്ലിനിക്കൽ ഓഡിറ്റിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. വ്യത്യാസം മനസ്സിലായോ? മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഡോക്ടർമാരുടെ ഇവാലുവേഷൻ ആണ്. ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫ് നൽകുന്ന പരിചരണത്തിന്റെ ഇവാലുവേഷൻ ആണ്.
ഓക്കെ. ഈ ഓഡിറ്റുകൾ നടത്തുന്നതിനാണ്, ക്ലിനിക്കൽ ഓഡിറ്റുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് വ്യക്തമായ മാനദണ്ഡങ്ങൾക്കൊക്കെ അനുസൃതമായി ആരോഗ്യ പരിപാലന സംഘടനത്തിന്റെ പരിചരണത്തിന്റെ ചിട്ടയായ വിശകലനത്തിലൂടെ പേഷ്യന്റ് കെയർ അതിന്റെ റിസൾട്ടുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. നമുക്ക് ഇതും കൂടി ഒന്ന് പറയാം. ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്താണ് നമുക്ക് ഇന്ന് നോക്കാം. Organizational audit means investigation of practice like appointment system, policies, practices, standards which are considered as primarily administrative functions. അതായത് ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെതായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ഉണ്ട് അല്ലെ, അഡ്മിനിസ്ട്രേഷൻ വിഭാഗമുണ്ട്. അവരുടെ നിയമങ്ങള്, അവരുടെ പോളിസികള്, അവരുടെ സ്റ്റാൻഡേർഡുകള് എന്നിവയെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിന്റെ പോളിസികള്, ലോസ്, റെഗുലേഷൻസ്, സ്റ്റാൻഡേർഡ്സുകള് ഇവയൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് എന്ത് ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ? മനസ്സിലായോ? നമുക്ക് ഇതിനകത്ത് എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗമുണ്ട് അല്ലെ. അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന്റെ പോളിസികള്, നയങ്ങള്, നടപടിക്രമങ്ങള്, അവരുടെ സ്റ്റാൻഡേർഡുകള് എന്നിവയെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഓഡിറ്റ് ആണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇപ്പൊ മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരുടെ ഇവാലുവേഷൻ ആണ്. ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നഴ്സിന്റെയും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും ഇവാലുവേഷൻ ആണ്. എന്നാൽ ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിന്റെ ഇവാലുവേഷൻ. അതാണ് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ. ഇതിനകത്ത് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്കൽ ഓഡിറ്റ്, ക്ലിനിക്കൽ ഓഡിറ്റ്, ഓർഗനൈസേഷണൽ ഓഡിറ്റ്, എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഓഡിറ്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഒന്നും തന്നെ ഇതിനകത്ത് ഇല്ല, കളയാനായിട്ടൊന്നും തന്നെ ഇല്ല. അധികം ലെങ്ത് ഇല്ല ഈ ചാപ്റ്ററിന്. അപ്പൊ ഉള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാം. ഓക്കെ, പറഞ്ഞത് മനസ്സിലായോ? ഞാൻ മൈക്ക് ഓൺ ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. CPA full form Care Program Approach. Care Programs Approach, CPA. മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഈ ചാപ്റ്ററിൽ മാത്രമല്ല, ഒരു ചാപ്റ്റർ ഫിനിഷ് ആയി അതിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് എന്നടുത്തതുമായി ബന്ധപ്പെട്ട്. മാം, എക്സ്റ്റേണൽ ഓഡിറ്റ്സ് ഒന്നും കൂടെ പറയുമോ? എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, ഡേ ടു ഡേ ഓപ്പറേഷൻസ്, അവിടുത്തെ വരവ് ചെലവ് കാര്യങ്ങളൊക്കെ പുറത്തുനിന്നുള്ള ഒരാൾ വന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു അതോറിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ അംഗീകൃതമായിട്ടുള്ള സ്ഥാപനങ്ങൾ, ഇപ്പോ അക്രഡിറ്റേഷൻ ബോഡികളായിരിക്കാം, ഇവരൊക്കെ വന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്നാ പറയാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ആർക്കും ഡൗട്ട് ഒന്നുമില്ല, എല്ലാം ക്ലിയർ ആയി.
ടൈപ്സ് ഓഫ് ഓഡിറ്റിൽ നമുക്ക് എക്സ്റ്റേണൽ ഓഡിറ്റ്, ഇന്റേണൽ ഓഡിറ്റ്, മെഡിക്കൽ ഓഡിറ്റ്, ക്ലിനിക്കൽ ഓഡിറ്റ്, ഓർഗനൈസേഷണൽ ഓഡിറ്റ് കേട്ടോ. പിന്നെ വൈ ഓഡിറ്റ് ഉണ്ടല്ലോ, അത് ചിലപ്പോ എന്താ പറയാ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കം അണ്ടർ ആ ഒരു രീതിയിൽ ചോദിക്കുക കേട്ടോ. അതായത് ഓഡിറ്റിന്റെ എന്തുകൊണ്ട് ഓഡിറ്റ് എന്നതിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയെന്ന് ചോദിക്കാം. അപ്പൊ അത് നമ്മൾ എന്തായാലും പഠിച്ചു വെക്കേണ്ടതാണ്. സസ്റ്റെയിൻ ഡാറ്റ ക്വാളിറ്റി, ഡിഫെൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് സ്റ്റാഫ്, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ ഓഡിറ്റ് എന്ന് പറയുന്നതിന്റെ ഡെഫിനേഷൻ എന്താണ് ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നെടുത്തതിൽ അത്രയും ഭാഗങ്ങൾ എല്ലാത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് മുൻകാലങ്ങളിലൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഇത് പറയാനായിട്ട് പറ്റില്ല, ഇന്നത് പഠിക്കണം ഇന്നത് പഠിക്കേണ്ട എന്ന് പറയാൻ പറ്റില്ല. എന്നെടുത്തത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എല്ലാവരും ഇത് മാർക്ക് ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടായിരുന്നു ചാപ്റ്റർ? കൊള്ളാവോ? കുഴപ്പമുണ്ടോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? കുറച്ച് പ്രശ്നമുണ്ട്. കുറച്ച് പ്രശ്നമുണ്ട്. കുറച്ച് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഡിഫിക്കൽട്ട് ആണോ? അതെ മാം, നാവ പിന്നെയും കുറച്ചുകൂടെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അതെ, ഞാൻ പറഞ്ഞില്ലേ, അതായത് ഞാൻ എടുക്കുന്നതിന് വെച്ചിട്ട് എന്ന് പറയുന്ന പല ടൈപ്പ് ഓഡിറ്റ് വരുന്നുണ്ടല്ലോ, മെഡിക്കൽ, ക്ലിനിക്കൽ, അങ്ങനെ. അപ്പൊ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നു. അതെന്താണെന്ന് നോക്കി വെച്ചാൽ മതി. ഡോക്ടർ അത് നമുക്ക് ചോദ്യം കാണാൻ പറയാൻ പറ്റുമല്ലോ. ചോദ്യം എങ്ങനെയായിരിക്കും? ഇമ്പോർട്ടന്റ് ആണോ മെഡിക്കൽ, ക്ലിനിക്കൽ, ഓർഗനൈസേഷൻ? ഇമ്പോർട്ടന്റ് ആണ്. ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ഒന്ന് പറയാമോ മാം? ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിനുള്ളിലെ അധികൃതർ തന്നെയായിരിക്കും. ഹോസ്പിറ്റലിനുള്ളിലെ ആളുകളായിരിക്കും അതിനെ ഇവാലുവേറ്റ് ചെയ്യുക. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇതേ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റലിന് പുറത്തു നിന്നുള്ള ഒരാളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. മാം, ഈ ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് തരാവോ? ഞാൻ തരാം കേട്ടോ. എനിക്ക് 2 ക്ലാസ് പെൻഡിങ് ഉണ്ട് നിങ്ങളുടെ. ഞാൻ ലീവ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ക്ലാസ് നമ്മളെടുത്ത് തീർത്തായിരുന്നത് ആദ്യയുടെ ടീച്ചറുടെ പീരീഡ് വെച്ചിട്ട്. എന്നാ വരുന്നത്? ജനുവരി എപ്പോഴാ വരുന്ന മോഡൽ എക്സാം? അത് ജനുവരിയിലായിരിക്കും. ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. നിങ്ങളോട് പറയൂ കേട്ടോ. എടുക്കാറാകുമ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എക്സാമിന് വരാൻ ചാൻസ് ഉള്ളതൊന്നും പറഞ്ഞുതരും, ക്വസ്റ്റ്യൻസ് ഒക്കെ? അതൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അത് നമ്മുടെ ഈ ചാപ്റ്റർ നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്യും, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാനൊന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ അങ്ങനെ. ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു മാം.